ഹായ് കൂട്ടുകാരെ, ഹൈ പ്രൈസ് ലോർഡ്. നമ്മൾ കഴിഞ്ഞ സൺഡേ പഠിച്ച വാക്യം നമുക്ക് നോക്കാം. യോശുവ 24:15 ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. യോശുവ 24:15. നമ്മൾ പഠിച്ച ഭാഗത്ത് യോശുവയുടെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ഇനി ക്യൂസിലോട്ട് കടക്കാം. ഒന്ന്, ബൈബിളിലെ എത്രാമത്തെ പുസ്തകമാണ് യോശുവ? 6-ാമത്തെ പുസ്തകം. എഴുത്തുകാരൻ ആരാണ്? യോശുവ. അവസാനത്തെ 5 വാക്യങ്ങൾ ഈ പുസ്തകത്തിലെ ഫിനെഹാസ് ആണ് എഴുതിയത് എന്ന് അനുമാനിക്കപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നെ യോശുവയുടെ പുസ്തകം എഴുതിയ കാലം ഏകദേശം BC 1405-നും 1375-നും മധ്യേ. എവിടെ വെച്ചാണ് എഴുതിയത്? കനാനിൽ. യോശുവ എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവ രക്ഷിക്കുന്നു. ഈ പുസ്തകത്തിൽ യേശുക്രിസ്തു എങ്ങനെ കാണപ്പെടുന്നു? നമ്മുടെ രക്ഷാനായകൻ. വാക്തങ്ങൾ എത്രയുണ്ട്? 15. ആകെ അധ്യായങ്ങൾ 24. ആകെ വാക്യങ്ങൾ 658. പിന്നെ വലിയ അധ്യായം 15, അല്ലെ 63 വാക്യങ്ങളുണ്ട്. ചെറിയ അധ്യായം 20, 9 വാക്യങ്ങളുണ്ട്. സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യാലൻ താഴ്വരയിൽ നിൽക്കാം. ഈ സംഭവം ഏത് അധ്യായത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? 10-ാം അധ്യായത്തിൽ. യോശുവയുടെ പിതാവിൻ്റെ പേര് നൂൻ. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കില്ല എന്ന് പറഞ്ഞതാര്? ആരോട് പറഞ്ഞു? യഹോവ യോശുവയോട്. രാവും പകലും യോശുവ ധ്യാനിക്കേണ്ടിയിരുന്നത് എന്താണ്? ന്യായപ്രമാണം. യോർദാനിക്കർ വാർത്ത 2 ഗോത്രങ്ങളുടെ പേരുകൾ രൂബേന്യരും ഗാദ്യരും, മനശ്ശെയുടെ പാതി ഗോത്രവും. ദേശം ഒറ്റുനോക്കുവാൻ യോശുവ എത്ര പേരെ അയച്ചു? സിത്തിമിൽ നിന്നും 2 പേരെ. രാഘാബ് ഒറ്റുകാരെ വീടിന് മുകളിൽ എവിടെ ഒളിപ്പിച്ചു? അടുക്കി വെച്ചിരുന്ന ചണത്തണ്ടുകളുടെ ഇടയിൽ. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു എന്ന് ഒറ്റുകാരോട് പറഞ്ഞതാര്? രാഘാബ്. കോട്ട മതിലുമേ താമസിച്ച രാഘാബ് ഏത് വഴിയിൽ കൂടിയാണ് ഒറ്റുകാരെ ഇറക്കിവിട്ടത്? കിളിവാതിലിലൂടെ കയറേറ്റി ഇറക്കി. രാഘാബിന് ചുവപ്പ് ചരട് കിട്ടിയത് ആരുടെ കയ്യിൽ നിന്നുമാണ്? ഒറ്റുകാരുടെ. നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിനെന്ന് ആരോട് പറഞ്ഞു? യോശുവ ജനങ്ങളോട്. ജീവനുള്ള ദൈവം നിങ്ങളുടെ മുമ്പിൽ നിന്ന് ആരെയൊക്കെ നീക്കിക്കളയെന്നാണ് യോശുവ പറഞ്ഞത്? കനാന്യർ, ഹിത്യർ, ഹിവ്യർ, പെരിസ്യർ, ഗിർഗസ്യർ, അമോര്യർ, യബൂസ്യർ എന്നിവരെ. ഏത് കാലത്താണ് യോർദാൻ തീരം കവിഞ്ഞൊഴുകുന്നത്? കൊയ്ത്തുകാലത്ത്. 12 വീതം കല്ലുകൾ എന്തിനെ കാണിക്കുന്നു? 12 ഗോത്രങ്ങളെ. യോശുവയെ ദൈവം എല്ലാ ഇസ്രായേലിന്റെ മുമ്പാകെ വലിയവനാക്കിയത് എന്നാണ്? യോർദാൻ കടന്ന ദിവസം. ഇസ്രായേൽ ഗിൽഗാലിൽ പാളയമിറങ്ങിയ തീയതി ഏതാണ്? 1-ാം മാസം 10-ാം തീയതി. യോശുവ ഇസ്രായേൽ മക്കളെ പരിശോധന ചെയ്തത് എവിടെ വെച്ച്? തീക്കല്ലുകൊണ്ടുണ്ടാക്കിയ കത്തി കൊണ്ട് അഗ്രചർമ്മ ഗിരിയിങ്കൽ. കനാൻ ദേശത്തിന് ദൈവം പറഞ്ഞ വേറൊരു പേരുണ്ടല്ലോ, ഇതെന്താണ്? പാലും തേനും ഒഴുകുന്ന ദേശം. ഗിൽഗാലിന്റെ അർത്ഥം എന്തുവാ? ഉരുൾ, അതായത് നിന്ന് ഉറ്റിക്കളഞ്ഞ സ്ഥലം. ഓക്കെ. എവിടെ വെച്ചാണ് മന്ന നിന്ന് പോയത്? ഗിൽഗാലിൽ വെച്ച്. 7 കാകളം എന്തുകൊണ്ടുണ്ടാക്കിയതായിരുന്നു? ആട്ടിൻ കൊമ്പുകൊണ്ട്. ആകെ എത്ര പ്രാവശ്യം എരിഹോ മതിൽ ചുറ്റി? 13 പ്രാവശ്യം, അല്ലേ? അത് 6 ദിവസം 1 പ്രാവശ്യം. 7-ാം ദിവസം 7 പ്രാവശ്യം. 7-ാം ദിവസം ഏത് സമയത്തായിരുന്നു അവർ പട്ടണം ചുറ്റിയത്? അരുണോദയത്തിങ്കൽ. ഇസ്രായേൽ, അതായത് ആഹാൻ പാപം ചെയ്തപ്പോൾ കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ ഗോത്രങ്ങളെ പരിശോധിച്ച സമയം എപ്പോഴായിരുന്നു? അതികാലത്ത്. ആഹാൻ ഏത് കുലത്തിൽപ്പെട്ടവനായിരുന്നു? സഖ്യകുലം. ഗോത്രമോ? യഹൂദ. ആഹാന്റെ പിതാവിന്റെ പേര് കർമ്മി. ആഹാൻ ഏത് കുടുംബത്തിൽപ്പെട്ടവൻ? സബ്ദി കുടുംബത്തിൽ പെട്ടവന്. ആഹാൻ എടുത്ത കൊള്ള വസ്തുക്കൾ എന്തൊക്കെയാണ്? വിശേഷമായ ബാബിലോണിയ മേലങ്കി, 200 ശെക്കൽ വെള്ളി, പിന്നെ 50 ശെക്കൽ തൂക്കമുള്ള പൊൻകട്ടി. ആഹാനെയും തനിക്കുള്ളതിനൊക്കെയും നിർമൂലമാക്കിയ താഴ്വര ആഖോർ താഴ്വര. യോശുവ യാഗപീഠം പണിതത് ഏത് പർവ്വത്തിൽ വെച്ചാ? ഏബാൽ പർവ്വതത്തിൽ വെച്ച്. ഗിബയോന്യർ കൊണ്ടുവന്ന പഴയ സാധനങ്ങൾ എന്തൊക്കെയാണ്?
പഴയ ചാക്കുകൾ, പഴയ പഴയ വീഞ്ഞു തുരുത്തികൾ, പിന്നെ പഴക്കം ചെന്ന കണ്ടം വെച്ച ചെരുപ്പ് അവരത് ധരിച്ചിട്ടാണ് വന്നത്. പിന്നെ പഴയ വസ്ത്രം അതും ധരിച്ചു വന്നത്. ഉണങ്ങി പൂത്തിരുന്ന അപ്പം. കിഴക്കുദിക്കും സൂര്യ ഒരു നാൾ അസ്തമിക്കാഞ്ഞതെന്തേ? എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? യോശുവയിൻ വാക്കാൽ എന്നെ പിടിച്ചു നിർത്തിയതാം. അതെ, യോശുവയുടെ വാക്കാൽ ദൈവം സൂര്യനെ നിശ്ചലമാക്കി. അമോര്യ രാജാക്കന്മാരുടെ കഴുത്തിൽ കാൽ വെച്ചതാര്? പടജനത്തിന്റെ അധിപതിമാർ. മറ്റു രാജ്യങ്ങൾക്ക് മൂലസ്ഥാനമായിരുന്ന രാജ്യമേതാ? ഹാസോർ. യോർദാൻ കടന്നതിന് ശേഷം കീഴടക്കിയ രാജാക്കന്മാർ എത്ര? 31. യഹോവയുടെ ദഹനയാഗങ്ങൾ അവകാശമായി കിട്ടിയ ഗോത്രം ഏതാണ്? ലേവി. ഇനി യെഫുന്നെയുടെ മകനായ കാലേബിന് അവകാശമായി കൊടുത്ത മല ഏതാ? ഹെബ്രോൻ മല. കാലേബിന് എത്ര വയസ്സുള്ളപ്പോഴാണ് ദേശത്തെ ഉറ്റുനോക്കുവാൻ മോശ അയച്ചത്? 40. കാലേബ് ഏതു ഗോത്രക്കാരൻ? യഹൂദ. യുദ്ധത്തിന് പോകുവാനും പടവെട്ടുവാനും പണ്ടത്തെ പോലെ തനിക്ക് ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ കാലേബിന് എത്ര വയസ്സായിരുന്നു? 85. ഹെബ്രോന്റെ പണ്ടത്തെ പേര് കിര്യത്ത് അർബ. കാലേബ് നീക്കിക്കളഞ്ഞ അനാക്യർ ശേഷായി, അഹിമാൻ, തന്മായി. ഏത് മല ജയിച്ചടക്കുന്നവനാണ് മകൾ അക്സയെ കാലേബ് ഭാര്യയായി കൊടുക്കുന്നത്? കിര്യത്ത് സെഫർ. കാലേബിന്റെ മരുമകന്റെ പേര് ഒപ്നിയേൽ. മലയിലും താഴ്വരയും നീരുറകൾ അവകാശമായി കിട്ടിയതാർക്ക്? ആര് കൊടുത്തു? അക്സയ്ക്ക്, പിതാവായ കാലേബ്. സെലോഫഹാദിന്റെ പുത്രിമാരുടെ പേരുകൾ മഗ്ല, നോവ, ഹൊഗ്ല, മിൽക്ക, തിർസ. സങ്കേത നഗരങ്ങൾ യോർദാന്റെ പടിഞ്ഞാറുള്ളത് ഏതൊക്കെയാ? കേദശ്, ശേഖം, ഹെബ്രോൻ. അതിന്റെ കിഴക്കുള്ളതോ? ബേസർ, രാമോത്ത്, ഗോലാൻ. യോശുവയുടെ ആയുഷ്കാലം 110. യോശുവയെ അടക്കം ചെയ്ത സ്ഥലം എഫ്രൈം പർവ്വതത്തിലുള്ള തിപ്നാത്ത് സെരഗിൽ. ഗായിസ് മലയുടെ വടക്ക് യോശുവയുടെ അവകാശ ഭൂമിയിലാണ് അടക്കം ചെയ്തത്. ഇനി യോസഫിന്റെ അസ്ഥികളെ അടക്കം ചെയ്തത് എവിടെയാണ്? അത് യാക്കോബ് ശേഖമിന്റെ അപ്പനായ ഹാമോരിന്റെ മക്കളോട് 100 വെള്ളിക്കാശിന് വാങ്ങിയിരുന്ന സ്ഥലത്ത്. അഹരോന്റെ മകൻ എലിയാസർ മരിച്ചപ്പോൾ എവിടെ അടക്കം ചെയ്തു? അതെ, അവനെ അവന്റെ മകനായ ഫിനെഹാസിന് എഫ്രൈം പർവ്വതത്തിൽ കൊടുത്തിരുന്ന കുന്നിൽ അടക്കം ചെയ്തു. നമുക്കറിയാം, മോശയുടെയും യോശുവയുടെയും ജീവിതത്തിൽ പല സമാനതകളുണ്ട്. അതൊന്ന് ചിന്തിക്കാം. ദൈവം കത്തുന്ന മുൾപ്പടർപ്പിൽ മോശയ്ക്ക് വെളിപ്പെട്ടു. യോശുവയ്ക്ക് യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപനായിട്ട് വെളിപ്പെട്ടു. 2 പേരോടും കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയാൻ ദൈവം ആവശ്യപ്പെടുന്നു. ചെങ്കട വിഭജിച്ചു മോശെ ജനത്തെ മുന്നോട്ട് നയിച്ചു. യോർദാൻ വിഭജിച്ച് യോശുവ ജനത്തെ മുന്നോട്ട് നയിച്ചു കനാൻ നാട്ടിലേക്ക്. അതുപോലെ 2 പേരും ദൈവത്തിൻ്റെ ന്യായപ്രമാണ സ്മാരക ശിലകൾ എഴുതി. 2 നേതാക്കന്മാരും ഇസ്രായേൽ ജനത്തിനു വേണ്ടി പക്ഷപാത പ്രാർത്ഥന നടത്തി. 2 പേരും മരണവേളകളിൽ ഹൃദയസ്പർശിയ വിടവാങ്ങൽ സന്ദേശം ഇസ്രായേൽ ജനത്തിന് നൽകുന്നു. ദൈവത്തെ സേവിക്കാനുള്ള ആഹ്വാനം അവരുടെ ഇസ്രായേൽ ജനത്തിന് മുമ്പാകെ അവർ നിർത്തിവെച്ചു. കർത്താവിന് സ്തോത്രം. പറഞ്ഞപ്പോൾ ഇസ്രായേൽ ജനം എന്താണ് പറഞ്ഞത്? ഞങ്ങളും യഹോവയെ സേവിക്കും എന്നവർ ഉറക്കെ പറഞ്ഞു. യോശുവ കഴിഞ്ഞിട്ട് ജീവിച്ചിരുന്നവരായ യഹോവ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള സകല പ്രവൃത്തികളും അറിഞ്ഞവരായ മുഹമ്മദുടെ കാലത്തൊക്കെയും ഇസ്രായേൽ യഹോവയെ സേവിച്ചു എന്ന ഒടുവിലത്തെ അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 31 രാജാക്കന്മാരെ ജയിച്ച യോശുവ ശരിക്കും ഒരു മഹാരാജാവായി തീരേണ്ടതായിരുന്നു. എങ്കിലും താൻ അത് ദൈവത്തിന് സമർപ്പിച്ച് ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നല്ല വിടവാങ്ങൽ സന്ദേശം നൽകിയ യോശുവ നമുക്കൊരു മാതൃകയായി തീരട്ടെ. അതിലൂടെ ഇന്ന് ലഭിച്ച ഇന്നത്തെ ക്വിസും നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. വരും കാലങ്ങളിൽ ദൈവം നമ്മെ വഴി നടത്തുമാറാകട്ടെ. ഞാനും